നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്ന് നമ്മൾ എഴുതാൻ പോകുന്നത് 9ാമത്തെ ദശകമാണ് കേട്ടോ. കഴിഞ്ഞ 8 ദിവസങ്ങളിലായിട്ട് 8 ദശകങ്ങളാണ് എഴുതി തീർത്തിരിക്കുന്നത്. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു. ആദ്യം നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു ഞായറാഴ്ചയായിരുന്നു, ഇന്നലെയും ഒരു ഞായറാഴ്ചയായിരുന്നു. അപ്പോൾ ഒരാഴ്ച പിന്നിട്ടിരിക്കുകയാണ്. പിന്നെ എഴുതാൻ പോകുന്നത് 9ാമത്തെ ദശകമാണ് കേട്ടോ. ഈ ദശകത്തിൽ പറയുന്നത് ബ്രഹ്മാവിൻ്റെ തപസ്സും ഭുവന നിർമ്മിതിയുമാണ്. അത് കഴിഞ്ഞ ദശകങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെയാണ്. ബ്രഹ്മാവ് ഉണ്ടായിട്ട് ആത്മകൽപ്പത്തിൽ ബ്രഹ്മാവ് ഉണ്ടായില്ലോ. ആ ബ്രഹ്മാവ് അങ്ങനെ ചുറ്റിനും നോക്കിയപ്പോൾ വെള്ളമാണ് കണ്ടത്. അങ്ങനെ 4 ദിക്കിലേക്ക് നോക്കിയപ്പോൾ 4 തലകളുണ്ടായി. അങ്ങനെ താമരത്തണ്ടിലൂടെ താഴേക്ക് പോയി നോക്കിയപ്പോൾ അവിടെയും വെള്ളമാണ്. മുകളിൽ വന്ന് നോക്കിയപ്പോൾ അവിടെയും വെള്ളമാണ്. അതിനൊന്നും കാണാതായപ്പോൾ തപതപാന്ന് കേട്ടു, തപസ് ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു, വൈകുണ്ഠ ദർശനം നൽകി. പിന്നെ ഭഗവാന്റെ ഒരു വർണ്ണനയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അതായത് കിരീടവും മകുടവും അണിഞ്ഞ് തിളങ്ങുന്നതും വളകൾ മുത്തുമാലകൾ അങ്ങനെ ഭഗവാന്റെ അത്രയും ഭംഗിയാർന്നിട്ടുള്ള ഒരു വർണ്ണന അവിടെയുണ്ട് 6ാമത്തെ ശ്ലോകത്തിൽ. അങ്ങനെ ഭഗവാനെ നമസ്കരിച്ചു. അപ്പോൾ പിന്നെയും സൃഷ്ടികർമ്മങ്ങളൊക്കെ ചെയ്യാനായിട്ട് ആകെ പരിഭ്രമിച്ച് നിൽക്കുന്ന ബ്രഹ്മാവിൻ്റെ അടുത്ത് ഭഗവാൻ പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ കൂടെയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ബ്രഹ്മാവിന് തോന്നുകയാണ്, ആ ചതുശ്ലോകി ഭാഗവതമൊക്കെ ഉപദേശിച്ചു കൊടുത്തു കേട്ടോ. പിന്നെയും അങ്ങനെ ബ്രഹ്മാവിന് തോന്നുകയാണ് ആ താമരത്തണ്ടൊന്ന് ഇളകുന്നുണ്ടോയെന്ന്. അപ്പോഴും ഭഗവാനെ വിളിച്ചു. അങ്ങനെ ഭഗവാൻ ആ താമരത്തണ്ടിൻ്റെ ഇളക്കമൊക്കെ നിർത്തിക്കൊടുത്തു. അങ്ങനെ ബ്രഹ്മാവിൻ്റെ ആ താമരത്തണ്ടിൻ്റെ ഇളക്കമൊക്കെ നിർത്തിക്കൊടുത്ത ഭഗവാനെ എന്നെ അനുഗ്രഹിക്കണേ എന്നാണ് ഈ ഒരു ദശകത്തിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇന്ന് 9ാമത്തെ ദശകം എഴുതാനായിട്ട് തുടങ്ങാം. വേഗം എഴുതിക്കോളൂ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ദശകം 9 വിശ്വസൃഷ്ടി. തിദസ്സകമലോദ്ഭവ സവഹിനാഭിപങ്കേരുഹേ, കുതസ്സിദിതമംബുദാവുദിതമിത്യനാലോകയൻ, തദീക്ഷണകുതൂഹലാൽ പ്രതിദിശം വിവൃത്താനന, ചതുർവദന താമഗാദിഗസദഷ്ടദൃഷ്ട്യംബുജാം, മഹാർണവ വിഗൂർണിതം കമലമേവ തൽകേവലം, വിലോക്യ തദുപാശ്രയം തവ തനും തുനാലോകയൻ, കയേഷ കമലോദരേ മഹതി നിസ്സഹായോ ഹ്യഹം, കുതസ്സിദിതമംബുജം സമജനീതി ചിന്താമഗാൽ, അമുഷ്യ ഹി സരോരുഹ കിമപി കാരണം സംഭവേ, ദിദിസ്മകൃത നിശ്ചയ സകലു നാളരന്ധ്രാധ്വന, സ്വയോഗബല വിദ്യയാ സമവരൂഢവാൻ പ്രൗഢതി, ത്വദീയമതിമോഹനം നതു കളേബരം ദൃഷ്ടവാൻ, തദ സകല നാളികാ വിവരമാർഗഗോ മാർഗയൻ, പ്രയസ്യ ശതവത്സരം കിമപി നൈവ സംദൃഷ്ടവാൻ, നിവൃത്യ കമലോദരേ സുഖനിഷണ്ണ ഏകാഗ്രതി, സമാധിബലമാദദേ ഭവദനുഗ്രഹൈകാഗ്രഹീ, ശതേന പരിവത്സരേർ ദൃഢസമാധിബന്ധോലസൽ, പ്രബോധ വിശദീകൃത സകലു പത്മിനി സംഭവാ, അദൃഷ്ടചരമത്ഭുതം തവ ഹി രൂപമന്തർദൃശ, വ്യജഷ്ട പരിദുഷ്ടദീർഭുജഗഭോഗഭാഗാശ്രയം, കിരീടമകുടോല്ലസൽ കടകഹാര കേയൂരയും
മണിസ്ഫുരിതമേഖലം സുപരിവീതപീതാംബരം കളായ കുസുമപ്രഭം ഗളതലോലസൽകൗസ്തുഭം വപുസ്തദൈ ഭാവയേ കമലജന്മനേ ദർശിതം ശ്രുതി പ്രകരദർശിത പ്രചുര വൈഭവ ശ്രീപദേ ഹരേ ജയ ജയ പ്രഭോ പദമുപേഷി ദൃഷ്ട്യാദൃശോ കുരുഷ്വധിയമാശു മേ ഭുവന നിർമ്മിതൗ കർമ്മടാം ഇതി ദ്രുഹിണ വർണ്ണിത സ്വഗുണഭംഗിമാ പാഹി മാം ലഭസ്വ ഭുവനത്രയീരജനദക്ഷതാമക്ഷതാം ഗൃഹാണമദനുഗ്രഹം കുരുതപശ്ച ഭൂയോ വിധേ ഭവത്വഖില സാധനീ മയി ച ഭക്തിരത്യുൽകടേ ച്യുതീര്യഗിരമാദധാ മുദിത ചേതസം വേദസം ശതം കൃതതപാസ്സദാ സകലു ദിവ്യ സംവത്സരാൻ അവാപ്യ ജതഭോബലം മതിബലം ച പൂർവാദികം ഉദീക്ഷ്യ കില കമ്പിതം പയസി പങ്കജം വായുനാ ഭവദ്ബല വിജൃംഭിത പവനപാദസീപീതവാൻ തവൈവ കൃപയാ പുനഃ സരസിജേന തേനൈവ സാ പ്രഗൽപ്യ ഭുവനത്രയീം പ്രവവൃതേ പ്രജാനിർമ്മിതൗ തദാവിധ കൃപാഭരോ ഗുരുമരുൾ പുരാധീശ്വര ത്വമാശു പരിപാഹി മാം ഗുരുദയോക്ഷിതൈരീക്ഷിതൈ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ